ഹലോ എവ്രിവൺ, നമ്മുടെ 8th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നസ്. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ, ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ്, അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ, ദെൻ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സ്മാർട്ട് ഫാമിംഗ് തുടങ്ങിയവയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഇവിടെ നിന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് മാർക്കറ്റിംഗിനെ കുറിച്ചാണ്. അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വിപണനം ഇല്ലേ. അതായത് കർഷകര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് അവർക്ക് ആ ഉൽപ്പന്നത്തിന് ആവശ്യമായിട്ടുള്ള കൂലി ലഭിക്കണം ഇല്ലേ. അതായത് അവർക്ക് ആ പ്രൊഡക്റ്റിന്, അതായത് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അനുസരിച്ചിട്ടുള്ള ചെലവുണ്ട്, ആ ചെലവിനനുസരിച്ചിട്ടുള്ള കൂലി പൈസ അവർക്ക് ലഭിക്കണം ഇല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വിപണനം നടത്തിയേ പറ്റുകയുള്ളൂ. അപ്പൊ ഇപ്പോഴെന്ന് പറയുന്നത് നമുക്ക് ഈ സ്മാർട്ട് ഫാമിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ മുതൽ, അതായത് ഉൽപാദനം മുതൽ ഹാർവെസ്റ്റിംഗ്, അതായത് വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇല്ലേ. അതായത് ക്യാമറാസോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോൺസ്, സെൻസേഴ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിംഗ് നടത്താൻ പറ്റും ഇല്ലേ. അതായത് അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സീഡ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട്, ബയോ പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അഗ്രികൾച്ചർ ആണെന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വസനീയത വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വസനീയതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പിക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ രീതികൾ കൊണ്ട് അല്ലെങ്കിൽ ഈ മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് നടത്തുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ പ്രോഡക്ട്സിന് എന്ത് കിട്ടും? കൂടുതൽ വില കിട്ടും ഇല്ലേ. അതൊരു നല്ല കാര്യമാണ്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മളുടെ ജോഗ്രഫിക്കൽ ഏരിയാസിന് അനുയോജ്യമായിട്ടുള്ള പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകം എന്ത് കിട്ടും? വില കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ അതിന് പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരോ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ഓരോരോ പ്രദേശത്തും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ അവിടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിളകളായിരിക്കും നമ്മളവിടെ കൃഷി ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവയുടെ രുചി, അതുപോലെ തന്നെ മണം, ഗുണം, ന്യൂട്രീഷണൽ വാല്യൂവിലെല്ലാം എന്തോ കാണും? ഡിഫറൻസ് കാണും. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഭൗമ സൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഭൗമ സൂചിക പദവി ലഭിച്ചിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക്. അതായത് പാലക്കാടൻ മട്ട റൈസ്, ദെൻ മലബാർ പെപ്പർ, കുറ്റ്യാട്ടൂർ മാംഗോ, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, അതായത് ആ ഒരു പ്രത്യേക പ്രദേശത്ത് നിൽക്കുന്നത് കൊണ്ട് ആ പ്രോഡക്ട്സിന് പ്രത്യേകം മാർക്കറ്റ് വാല്യൂ ഉണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു പ്രദേശവുമായിട്ട് യോജിച്ചിട്ടുള്ള വെള്ളകളായതുകൊണ്ട് അതിന് എന്തുണ്ട്? പ്രത്യേകം രുചിയും മണവും ഗുണവും ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ ഉണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പ്രദേശത്തുള്ള ഉൽപ്പന്നത്തിന് എന്ത് ലഭിക്കുന്നു? ഭൗമ സൂചിക പദവി അല്ലെന്നുണ്ടെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിക്കുന്നു. അപ്പൊ അങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ആ പ്രോഡക്റ്റിന് കൂടുതൽ എന്ത് കൊടുക്കണം? പ്രാധാന്യം കൊടുക്കണം ഇല്ലേ. അപ്പൊ അങ്ങനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഒരു ഉൽപ്പന്നം നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ അതിന് എന്ത് ലഭിക്കുന്നു? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിക്കുന്നു. അപ്പൊ അങ്ങനെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഒക്കെ ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയിലെ വൈവിധ്യം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇതുവരെ ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ ഇല്ലേ. അതായത് നമ്മളുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഫുഡ് പ്രൊഡക്ഷൻ മാത്രമല്ല, മറ്റ് സാമ്പത്തിക പ്രാധാന്യം അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും ഇല്ലേ. അതിനൊരു ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് റബ്ബർ. നമ്മൾ റബ്ബർ കൃഷി ചെയ്യാറുണ്ട്. അതിലൂടെ ആ റബ്ബർ കിട്ടുന്ന ഉൽപ്പന്നത്തിൽ നിന്ന് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്നതാണ് ഹോർട്ടികൾച്ചർ, അതുപോലെ തന്നെ ഫ്ലോറികൾച്ചർ, അലങ്കാര മത്സ്യങ്ങളെ വളർത്താം, പൗൾട്രി ഫാമിങ്, ബീറ്റൽ കൾട്ടിവേഷൻ അല്ലെങ്കിൽ വെറ്റില കൃഷി, മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ദെൻ അതുപോലെ തന്നെ ഫാമിംഗ് ഫോർ ബനാന ലീഫ് ഇല്ലേ. അപ്പൊ ഇങ്ങനെ ബനാന ലീവ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാഴ കൃഷി നടത്താം ഇല്ലേ. അതുപോലെ തന്നെ പൂക്കളുടെ ഒക്കെ കൃഷി നടത്താം, ഫിഷ്, അലങ്കാര മത്സ്യങ്ങളൊക്കെ നമുക്ക് വളർത്താം, അതുപോലെ തന്നെ പെറ്റ് ആനിമൽസിനെ നമുക്ക് വളർത്താം.
അപ്പൊ ഇതെല്ലാം അഗ്രികൾച്ചറിന്റെ ഡിഫറെന്റ് മേഖലകളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ മാത്രമല്ല പറ്റുന്നത്, ഇല്ല അഗ്രികൾച്ചറിലൂടെ ഫുഡ് പ്രൊഡക്ഷൻ മാത്രമല്ല മറ്റു രീതിയിലുള്ള ധനസമ്പാദനത്തിന് നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള വിവിധ തരങ്ങളായിട്ടുള്ള കാർഷിക രീതികളാണ് ഈ പറഞ്ഞത്. ഫ്ലോറികൾച്ചർ, ഹോർട്ടികൾച്ചർ, മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ബീറ്റൽ കൾട്ടിവേഷൻ, ഓർണമെന്റൽ ഫിഷ് ഫാമിംഗ്, അതുപോലെ തന്നെ പെറ്റ് ആനിമൽസിനെ എന്ത് ചെയ്യുക, വളർത്തുക. ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ മെത്തേഡ്സ് ആണ്. അടുത്തതെന്ന് പറയുന്നത് മൊബൈൽ ആപ്സ് ഫോർ ഫാമേഴ്സ്. നമുക്കറിയാം ഇപ്പോഴെല്ലാം ഇല്ലേ എല്ലാ കാര്യങ്ങളും ടെക്നോളജി പരമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചറിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഫാമേഴ്സിന് വേണ്ടിയിട്ട് മൊബൈൽ ആപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ആപ്പിലൂടെ ക്ലൈമറ്റിക് കണ്ടീഷൻസിന്റെ വിവരങ്ങളൊക്കെ കിട്ടും. കാർഷിക മേഖലയിലെ ഉന്നതരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കർഷകർക്ക് ഡിസ്കഷൻ നടത്താൻ പറ്റും, അവരുടെ പ്രശ്നങ്ങൾ പറയാനും അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ആപ്സിലൂടെ എന്ത് ലഭിക്കും അവർക്ക്, അതായത് ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതായത് കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ആർക്ക് ഇൻഫർമേഷൻ ലഭിക്കണം, നമ്മുടെ കർഷകർക്ക് ഇൻഫർമേഷൻ ലഭിക്കണം അല്ലേ. ഇനി അതുപോലെ തന്നെ പെസ്റ്റ്, ഡിസീസസ്, രോഗങ്ങൾ, കീടങ്ങൾ ഇവയെ കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ ലഭിക്കുന്നു. ഇനി കർഷകർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാർഷിക മേഖലയിലുള്ളവരുമായിട്ട് എക്സ്പേർട്സുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡിസ്കസ് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് പരിഹരിക്കാനും പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രൈസ് അല്ലേ, അതായത് അന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വില, മാർക്കറ്റ് വാല്യൂ ഒക്കെ എത്രയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കർഷകർക്ക് ഏതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് മേഖലയാണ് അല്ലേ. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ കർഷകർക്ക് വളരെയധികം നഷ്ടമുണ്ടാകും. ഇനി ഇത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം അല്ലേ. അപ്പൊ ഇങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ഇനി അത് മാത്രമല്ല, ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഈ ചലഞ്ചസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാൻ. കൃഷികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മോഡേൺ ടെക്നോളജീസ് കൂടി യൂസ് ചെയ്തുകൊണ്ട് കൃഷി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഉൽപാദനം എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിക്കാൻ പറ്റും. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്ഷൻ സാധ്യമാവുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു, ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.